ആമേൻ. കണ്ണുകളെ അടയ്ക്കാം. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങളെ അങ്ങ് കടത്തിയല്ലോ. നിങ്ങളുടെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി. എല്ലാ കാര്യങ്ങളും ഉയർത്തി പറഞ്ഞിട്ട് കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൽ ഒരു വർഷം കൂടെ തന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. 2025 പ്രോമിസ് വേർഡ്, the year of witness and testimonies. 2025, the year of witness and testimonies. സാക്ഷിയായി തീരുന്ന, സാക്ഷ്യങ്ങൾ പറയുന്ന. Thank you, Jesus. വാവ്. കൈ കൊടുത്ത് പറഞ്ഞിട്ട്, സാക്ഷിയാകുന്ന, സാക്ഷ്യം പറയുന്ന. ഇത് രണ്ടും പറയണേ. സാക്ഷിയാകുന്ന, സാക്ഷ്യം പറയുന്ന. നിന്നെ സാക്ഷിയാക്കും, നിനക്ക് പറയാൻ സാക്ഷ്യങ്ങൾ കാണും. നല്ല ഒരു കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ട്. ലീഡേഴ്സ്, പ്രെയർ കാർഡ് പ്രോമിസ് കാർഡുമായി നിൽക്കുന്ന ലീഡേഴ്സ് എല്ലാം എഴുന്നേറ്റ് നിങ്ങളുടെ കൈ ആ പ്രോമിസ് കാർഡിന്റെ മേലോട്ടൊന്ന് വെച്ച്, യേശുവേ, ഞങ്ങളുടെ മക്കൾക്ക് ഈ വർഷത്തേക്കുള്ള പ്രോമിസ് വേർഡാണല്ലോ, ഞങ്ങൾ അതുപോലെ അതിനെ സ്വീകരിക്കുന്നു. അത് ഞങ്ങളുടെ ലൈഫിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന വർഷമാക്കി തീർക്കുന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത് നിൽക്കുന്ന 3 പേരോട് ഹൈ ഫൈവ് കൊടുത്ത് പറയണേ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. Come on. ഹാപ്പി ന്യൂ ഇയർ. ഹൈ ഗ്രേസ് ഫാമിലി, ഹാപ്പി ന്യൂ ഇയർ. ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട്. ഞങ്ങൾ അടൂര് ചർച്ച ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടെ വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. ഇത് നീ തണുക്കുന്ന വർഷമല്ല, ഇത് നീ പറക്കുന്ന വർഷമായിരിക്കും. ഇത് നീ ഉയരങ്ങളിലേക്ക് പറക്കുന്ന വർഷമായിരിക്കും. ഒരു ശക്തിക്കും പിടിച്ചടക്കാൻ കഴിയാത്തതുപോലെ നീ പറക്കുന്ന വർഷമായിരിക്കും. അന്നാളിൽ നീതി സൂര്യൻ നമ്മുടെ മേൽ രോഗോപശാന്തിയോടെ ഉദിക്കും. അങ്ങനെ ഉദിക്കുമ്പോൾ ഈ സീസണിൽ നടക്കാൻ പോകുന്ന പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നമ്മെ ബാധിക്കത്തില്ല. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും വെളിപ്പെടും. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും. അവർ മഹുദ്ധീകരിക്കപ്പെടുമ്പോൾ അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യതകളെ പണിയും. പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിക്കും. അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരും. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, 42-ാം അധ്യായം 2-ാമത്തെ വാക്യം. യാക്കോബ് പറഞ്ഞൊരു വാക്യമാണ്, നാം മരിക്കാതെ ജീവിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവിടുത്തെ ഒറ്റ വാക്യതാണ്. യാക്കോബ് പറയാം, മരിക്കാതെ ജീവിക്കേണ്ടതിന്. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 23 വർഷമായി യാക്കോബിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ വേദനയാണ് യോസെഫ്.
പക്ഷെ അവൻ വേദനിച്ച വിഷയത്തിനകത്ത് അവന്റെ കാതിൽ തന്നെ ഒരു കേൾവി കേൾക്കുക, മിസ്രൈമിൽ ധാന്യം ഉണ്ടെന്ന്. ഇന്ന് രാത്രി എല്ലാവർക്കും ഏറ്റവും വലിയൊരു പ്രവചനം ഞാൻ പറയാം. ഈ രാത്രി മുതൽ നിങ്ങളുടെ കാതിൽ ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത ശൂന്യതയുടെ വാർത്തയല്ല. നീ ഇത്ര കാലം കരഞ്ഞതിനും ഞെരുങ്ങിയതിനും സങ്കടപ്പെട്ടതിനുമെല്ലാം വചനം പറയുന്നു, ഒരു കൊയ്ത്തവിടെ ഉണ്ടെന്ന്, ധാന്യമുണ്ടെന്ന് കേട്ടതുപോലെ 2025 അസാധാരണമായ ഒരു സമൃദ്ധി. അടുത്തൊരു വാക്യമാണ് എന്നെ വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞേ. 42-35 വാക്യം. യോസേഫ്, അതായത് യാക്കോബിന്റെ അടുത്ത്, യോസേഫിന്റെ അടുത്ത് പോയ അവന്റെ സഹോദരങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവരുടെ ചാക്ക് കെട്ട് അഴിച്ചെന്ന കേട്ടോണേ. എന്താ അഴിച്ചേ? ഓർക്കെ പറഞ്ഞേ. ഓരോരുത്തരും ചാക്കിൽ അവന്റെ പണക്കെട്ടിരിക്കുന്നു. അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാരെ ഭയപ്പെട്ടു പോയെന്ന് വചനം പറയാ. പണക്കെട്ട് കണ്ട് ഭയപ്പെട്ടു പോയെന്ന്. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? നീ ഞെരുങ്ങിയത്, നീ ഒതുങ്ങിയത്, നീ വിലപിച്ചത്, നീ കരഞ്ഞതിന്, ഒന്നുകൂടെ പറയാം, 2023 വരെ നീ ഞെരുങ്ങിയെങ്കിൽ 2024 നീ സമൃദ്ധി കണ്ട് പേടിക്കാൻ പോകുക. 25 നീ സമൃദ്ധി കണ്ട് പേടിക്കാൻ പോകുക. ചെറിയ സമൃദ്ധി അല്ല, ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റാ. ഒരു അമ്മയെ പറഞ്ഞേ. അടുത്ത പ്രാവശ്യം യാക്കോബ് പിന്നെയും മക്കളെ വിട്ടപ്പോൾ ആദ്യം കൊടുത്തതിന്റെ ഇരട്ടിയായി വരിക. ഈ രാത്രി വിശ്വസിക്കാൻ തയ്യാറാണോ? അടുത്ത ഓരോ മാസങ്ങളിലും ഇതിനകത്തിരിക്കുന്ന ഞെരുങ്ങിയ ഒരു വാക്കിന് ആത്മാവിൽ പ്രവചിക്കട്ടെ. മക്കൾക്ക് വേണ്ടി ഏറ്റവും അധികം കരഞ്ഞ മാതാപിതാക്കളെ, അതേ തലമുറയുടെ സമൃദ്ധി നിന്റെ ചരിത്രത്തെ തിരിക്കത്തക്ക നിലയിൽ എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? ഒരു നന്മയും കാണത്തില്ലെന്ന് വിധി പറഞ്ഞ അതേ തലമുറയുടെ രാജകീയ നന്മ. ആമേൻ പറയാൻ തയ്യാറാണോ? ഒരു പദം കൂടെ ഞാൻ പറയാം. ഇത് മറ്റാരുടെയും കാതിൽ കേൾപ്പിച്ചില്ല. മറ്റാരുടെയും കാതിൽ കേൾപ്പിച്ചോ? എന്റെ പൊന്നു പാസ്റ്റർ, യാക്കോബ് മരിക്കാൻ പോവാ. അവൻ പറയും ജീവിച്ചിരിക്കേണ്ട ധാന്യം എന്ത് ചെയ്യാൻ? കൊണ്ടുവരാൻ. പക്ഷെ വചനം പറയാണേ, 11 മക്കൾ വീട് വിട്ട് പുറത്ത് നിന്നപ്പോഴും പുറത്തിരുന്നവരാരും കേട്ടില്ല. പക്ഷെ വീട്ടിൽ, ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, കുഴിയിലോട്ട് കാല് നീട്ടി ഏത് നിമിഷം മരിക്കുമെന്ന് ഭയപ്പെട്ട യാക്കോബിന്റെ കാതിൽ ഒരു ധാന്യത്തിന്റെ കുറിച്ച് കേൾക്കുക. ഞാൻ പറയാം, കരഞ്ഞ നിന്റെ കാതിലെ വിടുതൽ കേൾക്കത്തുള്ളൂ. ഈ രാത്രി വിശ്വസിക്കാൻ തയ്യാറാണോ? ഇതിനകത്ത് കണ്ണീരോടെ ഉപസിച്ച 2024 ഡിസംബർ മാസം 31 വരെ കരഞ്ഞ നിന്റെ കാതിൽ ഇനി കേൾക്കാൻ പോകുന്നത് ഒരു അസാധാരണമായ സമൃദ്ധിയാ. ആമേൻ, ആമേൻ, ആമേൻ. You are beautiful beyond description, too marvelous for words, too wonderful for comprehension, like nothing ever seen or heard. Who can grasp your infinite wisdom? Who can fathom the depth of your love? You are beautiful beyond description, majesty enthroned above, and I stand in awe of you. I stand